സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയാണ് ഋഷിയെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് അരുന്ധതി ദേവികയ്ക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഋഷിയുടെ കൂട്ടുകാർ ദേവികയും സിദ്ധാർത്ഥനെയും തടഞ്ഞു നിർത്തി ഋഷിയെ തന്നിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ പറയുമ്പം സിദ്ധാർത്ഥനാണെങ്കിൽ അവരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഈ സിദ്ധാർത്ഥൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം അവർ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് അവരൊന്ന് പതറി പോകുന്നുമുണ്ട്. പിന്നീട് ആളുകൾ കൂടുമ്പം സിദ്ധാർത്ഥനും ദേവികയും ആളുകളോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. ഋഷിയുടെ കൂട്ടുകാർ ഇനി ഒരു രക്ഷയില്ല എന്നുള്ള മട്ടിലാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ വീട്ടിൽ വന്നതും ശാരികയോട് കാര്യങ്ങൾ പറയുമ്പം ശാരികയ്ക്ക് അത് കേട്ടിട്ട് നല്ല പേടിയാവുന്നുണ്ട്. ചേച്ചി, കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ലല്ലോ വന്നത്, കൈവിട്ട് പോകുമല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അതെന്താ ശാരി നീ അങ്ങനെ പറയണേ, അതിനിപ്പോൾ എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായെന്ന് ചോദിക്കുമ്പം അതല്ല, അരുന്ധതി മേഡമൊക്കെ വിചാരിച്ചിരിക്കുന്നത് ചേച്ചിയെ ഋഷിയെ കടത്തിക്കൊണ്ട് പോയേക്കണേന്നല്ലേ, അതുകൊണ്ടാണല്ലോ അവൻ്റെ കൂട്ടുകാർ വന്ന് ഋഷിയെ വിട്ടുകൊടുക്കാൻ പറഞ്ഞ് ചേച്ചിയുടെ അടുത്ത് വഴക്കുണ്ടാക്കിയത്. അതിനിപ്പോൾ എന്താ, അവർ വഴക്കുണ്ടാക്കിയിട്ട് പോയിക്കോളും, അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞതും ഈ ശാരിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ അരുന്ധതി മേഡം ആ പേരിൽ കേസ് കൊടുക്കുമോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുമോ എന്തെങ്കിലും ചെയ്താൽ അത് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരങ്ങനെ പത്രസമ്മേളനം നടത്തുവാണെങ്കിൽ നടത്തട്ടെ, അവരുടെ മകൻ വീട്ടിലുള്ള സമയത്തല്ലേ അവരുടെ മകനെ നന്ദു കൊന്നെന്നും പറഞ്ഞ് ചന്ദ്രോത്ത് വന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, ഇനിയിപ്പോൾ അഥവാ തെറ്റുണ്ടെങ്കിൽ തന്നെ അവർ പത്രസമ്മേളനം നടത്തുമോ കേസ് കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണുമെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് രാധിക അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരുടെ സംസാരം കേട്ടതും രാധിക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, എന്താ ഉണ്ടായെന്ന് ചോദിച്ചതും അത് ഇന്ന് ഞങ്ങൾ വരണ വഴിക്ക് ആ ഋഷിയുടെ കൂട്ടുകാർ വന്ന് ഋഷിയെ വിട്ടു കൊടുക്കണമെന്നും പറഞ്ഞ് എന്നെ അച്ഛനെ ഉപദ്രവിക്കാൻ നോക്കി, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചതും അച്ഛൻ്റെ അടുത്തല്ലേ അവരുടെ അഭ്യാസം, അച്ഛനാ മുണ്ടും മടക്കി കുത്തി അവരുടെ അടുത്തേക്ക് ചെന്നതും അവർ പേടിച്ചു പോയി. അതുമാത്രമല്ല അവിടെ കുറച്ച് നാട്ടുകാർ കൂടി അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നതും അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അങ്ങനെ ഋഷിയുടെ കൂട്ടുകാർ അവിടെ നിന്ന് പോവുക ചെയ്ത് ഞങ്ങളിങ്ങോട്ട് പോരുകയും ചെയ്തു. അന്നേരം രാധിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ മോളുടെ കസ്റ്റഡിയിലാണ് ഋഷി എന്നും പറഞ്ഞ് അരുന്ധതി കേസെങ്ങാനും കൊടുത്താൽ മോള് പെടൂലേ, അത് മാത്രമാണോ മോളൊരു MLA ആയതുകൊണ്ട് അത് നാണക്കേടല്ലേ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അതൊന്നോർത്ത് നിങ്ങളാരും ടെൻഷനാവണ്ട, എന്ത് വന്നാലും അതിൻ്റെ പ്രതിവിധി ചെയ്യാൻ എനിക്കറിയാം, ഞാൻ ആ ഒരു കരുതലോടുകൂടി തന്നെ ഇരിക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയുടെ അടുത്തേക്ക് ഈ ഋഷിയുടെ കൂട്ടുകാർ ചെല്ലാണ്. ഋഷിയുടെ കൂട്ടുകാരെ കണ്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം ആൻറ്റി ഞങ്ങളോട് സത്യം പറയണം, ഞങ്ങൾ ആൻറ്റിയെ കാണാൻ വന്നതാ, ഋഷി ഇപ്പോൾ എവിടെ ഉണ്ടോയെന്ന് ചോദിക്കണം. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് നിങ്ങളെന്തിനാ ഇപ്പോൾ ഋഷിയെ അന്വേഷിക്കണമെന്ന് ചോദിച്ചതും അല്ല, ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അവനെ കാണാതായിട്ട് കുറേ നാളായി, ഇതുവരെയും അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല, ആൻറ്റിയോട് ചോദിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുമെന്ന് മാത്രമേ ആൻറ്റി പറയണുള്ളൂ, അവൻ എവിടെയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പം ഞങ്ങൾ വേറൊരു വിവരം അറിഞ്ഞു, ആ MLA ദേവിക ഈ ഋഷിയെ തട്ടിക്കൊണ്ട് പോയെന്ന്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ ആൻറ്റി എന്ന് ചോദിച്ചതും ഈ അരുന്ധതി ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ദേവിക തട്ടിക്കൊണ്ട് പോയ കാര്യം ഇവന്മാരെങ്ങനെ അറിഞ്ഞ്, മിക്കവാറും ഇത് CP ആയിരിക്കും പറഞ്ഞ്, അല്ലാണ്ട് ഇവരറിയാൻ സാധ്യതയില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവരോട് പറയുന്നുണ്ട് അതൊന്നും അല്ല, ദേവികയൊന്നും അല്ല അതിൻ്റെ പിന്നിൽ, ഋഷി എവിടെയാണെങ്കിലും അവൻ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിൻ്റെ പുറകെ അന്വേഷിക്കാനൊന്നും പോകണ്ടെന്ന്. അന്നേരം ഋഷിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട് അത് തന്നെ ഞങ്ങൾ ആൻറ്റിയോട് ചോദിക്കണം, ഋഷി എവിടെ ഉണ്ടെന്ന് പറ ആൻറ്റി എന്ന് പറയുമ്പം അതൊന്നും തൽക്കാലം നിങ്ങളോട് പറയാൻ പറ്റില്ല, അതെന്തുകൊണ്ടാണ് ആൻറ്റി പറയാൻ പറ്റാത്ത, ആൻറ്റി എന്നെ ഞങ്ങൾ അന്യരായിട്ടാണോ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും ഋഷിയുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്, പക്ഷേ നിങ്ങളിപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവനെ തന്നെ ബാധിക്കും, അതുകൊണ്ട് നിങ്ങളിത് അറിയാതിരിക്കണേ നല്ലത്, അധികം വൈകാതെ തന്നെ ഋഷി നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരുമെന്ന്, ഇപ്പം നിങ്ങൾ പോയിക്കോ, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിച്ചേക്കാമെന്നും പറഞ്ഞ് അരുന്ധതിയാണെങ്കിൽ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും അരുന്ധതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ CPയോട് ഇത് പറയാൻ പോയത് വലിയ അബദ്ധമായി പോയല്ലോ, CP എന്ത് പണിയാണ് കാണിച്ച്, CP എന്തിനാ അവരോട് പറഞ്ഞത്, എന്തായാലും CPയെ വിളിച്ച് ചോദിക്കാമെന്നും പറഞ്ഞ് ഫോണെടുത്ത് CPയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് CPക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, മേഡം സത്യങ്ങൾ അറിഞ്ഞിട്ട് ചോദിക്കാൻ വിളിക്കണേയിരിക്കും, ഇനിയിപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും ശരിയാവില്ല എന്നും പറഞ്ഞ് ഫോണെടുത്ത് എന്താ മേഡം എന്ന് വെച്ചതും താൻ എന്ത് പണിയാണ് CP കാണിച്ചത്, തന്നെ വിശ്വസിച്ചല്ലേ ഞാൻ പറഞ്ഞത്, വേറെ ആരും അറിയരുതെന്ന് പറഞ്ഞിട്ട് താൻ എന്തിനാ ഋഷിയുടെ സുഹൃത്തുക്കളോടൊക്കെ ആ വിവരം പറഞ്ഞേ. നേരെ CP പറയുന്നുണ്ട് അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല മേഡം, അവരെന്നോട് ഋഷിയെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, അതിൻ്റെ പേരിൽ പ്രശ്നത്തിനൊന്നും പോകരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് CPയെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് കണ്ടേക്കണേ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ രഹസ്യങ്ങളും CPയോട് പറഞ്ഞത്, എന്നിട്ട് CP ഇതുപോലൊരു ചതി ചെയ്യണ്ടായിരുന്നു എന്നും പറഞ്ഞ് അരുന്ധതി ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതി ഫോൺ വെച്ചതും
അരുന്ധതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ദേവികയാണെന്ന് കണ്ടിട്ട് ഇവളെന്തിനാ ഇനി വിളിക്കണേന്നും വിചാരിച്ചുകൊണ്ട് അരുന്ധതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ദേവിക എന്ന് ചോദിച്ചതും, എന്താ മേഡം, എന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് കുറച്ച് ഗുണ്ടകളെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഋഷിയെ തിരികെ കിട്ടാൻ വേണ്ടിയാണോ മേഡം അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചതും അരുന്ധതി പറയുന്നുണ്ട്, ഇല്ല ദേവിക, അതെൻ്റെ അറിവോട് കൂടിയൊന്നുമല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊന്നും. പിന്നെ മേഡം അറിയാതെ എങ്ങനെയാണ് ഞാൻ ആ ഋഷിയെ തട്ടിക്കൊണ്ട് പോയെന്ന് അവരറിഞ്ഞെന്ന് ചോദിച്ചതും, ഞാൻ പറയണത് നീ ഒന്ന് വിശ്വസിക്കുക ദേവിക, ഞാൻ പറഞ്ഞിട്ടില്ല, ഒരബദ്ധം പറ്റി എനിക്ക്, ഞാൻ സി പിയോട് സത്യങ്ങൾ പറഞ്ഞു, സി പി ആയിരിക്കും അവരോട് പറഞ്ഞിരുന്നു. അന്നേരം ദേവിക പറയുന്നുണ്ട്, മേഡം ആൾ കൊള്ളാലോ, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് മേഡം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ. അതുമാത്രമല്ല, ഇന്ന് എന്നെയും അച്ഛനെയും വഴിയിൽ വെച്ച് ഋഷിയുടെ കൂട്ടുകാരെന്നും പറഞ്ഞ് കുറച്ച് പേര് വന്ന് ഉപദ്രവിക്കാൻ നോക്കി. ഞാൻ അതിനൊരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം അകത്ത് പോവും, അത് മേഡത്തിന് അറിയാവുമെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അവർക്കൊരു തെറ്റ് പറ്റിയതാ, ഇനി അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രാവശ്യത്തേക്ക് ദേവിക ഒന്ന് ക്ഷമിച്ചേരേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയും മുരളീനെയും ഗൗരീനെയാണ്. ഗൗരി വന്നിട്ട് മുരളിയോട് ചോദിക്കുന്നുണ്ട്, മുരളിയേട്ടാ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഗൗരി, ഇതുവരെ ഒരു വിവരമില്ല, പക്ഷെ അധികം വൈകാതെ തന്നെ നന്ദനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് ദേവിക പറഞ്ഞ്. ഇതിനുള്ള എല്ലാ ഏർപ്പാടുകളും ദേവിക ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഉവ്വ ദേവിക കുറേ ദിവസമായി ഏർപ്പാട് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെ നന്ദമോനെ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു സൂചന പോലും കിട്ടിയില്ല. അന്ന് തന്നെ നന്ദനെ എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് മാറ്റിയിട്ട് ആ സത്യം പ്രഭക്കുഞ്ഞിനോട് പറഞ്ഞില്ല. അന്ന് പ്രഭക്കുഞ്ഞ് എത്ര കരഞ്ഞു ബഹളം വെച്ചു, എന്നിട്ട് ദേവിക പ്രഭക്കുഞ്ഞിനോട് സത്യങ്ങൾ പറഞ്ഞു. പിന്നീട് പ്രഭക്കുഞ്ഞ് കേസ് കൊടുക്കാൻ പോവാന്ന് മനസ്സിലായപ്പോഴല്ലേ ദേവിക സത്യങ്ങൾ പറഞ്ഞത്. ഇതും ഇനി അതുപോലെ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അന്നേരം മുരളി പറയുന്നുണ്ട്, അമ്മ ഇതെന്തൊക്കെയാണ് പറയണേ, ദേവിക നന്ദനെ ഒളിപ്പിച്ചേക്കുക എന്നാണോ അമ്മ പറയണേന്ന് ചോദിക്കുമ്പം, പിന്നെ അല്ലാതെ ദേവിക അതും ചെയ്യും അതിലപ്പുറവും ചെയ്യും. അവളുടെ സ്വഭാവം ഒന്നും ഇപ്പോൾ ആർക്കും പിടികിട്ടൂല, അവൾ MLA ആയേ പിന്നെ അവളുടെ സ്വഭാവം പാടെ മാറിയെന്ന്. അന്നേരം ഗൗരി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണേ, നമ്മളുടെ ദേവികയെക്കുറിച്ചാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ, ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് അമ്മേ, ഈ കേസിലൊന്നും ദേവിക ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തതെല്ലാം നന്ദനും പ്രഭയാൻ്റിയും അല്ലേ, എന്നിട്ട് അമ്മ എന്തിനാ ദേവികയെ കുറ്റപ്പെടുത്തണേന്ന് ചോദിക്കുമ്പോൾ, നീ എന്താടി പ്രഭക്കുഞ്ഞിനെ കുറ്റം പറയണേ, പ്രഭക്കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോ നന്ദൻ ഒരു കൊലക്കേസിൽ പ്രതിയാണെന്നറിഞ്ഞപ്പം പ്രഭയാൻ്റി അത് മറച്ചു വെച്ചില്ലേ, അന്നേ ഇത് പ്രഭയാൻ്റി ദേവികയോടും സിദ്ധാർത്ഥനങ്ങളിനോടും പറഞ്ഞിരുന്നെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം കണ്ടുപിടിക്കൂലായിരുന്നോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ, ഇപ്പോഴും നന്ദൻ വീട്ടിലുണ്ടാവില്ലായിരുന്നു. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, പ്രഭകുഞ്ഞിന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ആ കെവിനും ഇസബല്ലും ഉണ്ടല്ലോ ദുഷ്ടജന്മങ്ങൾ, അവരല്ലേ പ്രഭകുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്, അതുകൊണ്ടാണല്ലോ പ്രഭകുഞ്ഞും നന്ദനും ദേവികയുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി ആ പ്ലാന്റിന് അനുമതി വാങ്ങിക്കൊടുത്തു. അന്നേരം മുരളി പറയുന്നുണ്ട്, ആ വകുപ്പിൽ തന്നെ ആ ഇസബല്ലയ്ക്കും കെവിനും കോഡുകൾ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ നന്ദൻ വെറും ഒരു പൊട്ടൻ, അവനതൊന്നും മനസ്സിലാക്കിയില്ല, കെവിനും ഇസബല്ലയും പറയണ കേട്ട് അവൻ തുള്ളിക്കൊണ്ടിരുന്നു. ദേവിക ആയതുകൊണ്ടാണ് ഇപ്പോഴും ഈ നന്ദൻ്റെ ഭാഗത്ത് നിൽക്കണം, വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ പണ്ടേ നന്ദനെ കളഞ്ഞു പോയേനെ, ആ ഒരു പണിയല്ലേ നന്ദൻ ദേവികയോട് ചെയ്തത്. ഇന്ന് ഹോട്ടലിൽ വെച്ച് ഇസബല്ലേനെയും നന്ദനെയും ദേവികയും ഗിരീഷേട്ടനും നേരിട്ട് ചെന്ന് കൈയോടുകൂടി പിടിച്ചതല്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു ദിവസം എത്രയായി, ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, എൻ്റെ മോനെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, വസുന്ധര IPS ഒരു കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ചിട്ടേ അവർ പിന്നോട്ട് മാറുള്ളൂ, ഇതിനു മുമ്പ് നമുക്കതിൽ പല അനുഭവം ഉള്ളതല്ലേ, അന്ന് മീരയുടെ കേസ് തന്നെ ദേവികേനെയും നന്ദനെയും നമ്മളെ എല്ലാവരെയും പോലീസ് സംശയിച്ചു, അവസാനം വസുന്ധര IPS വന്നപ്പോഴല്ലേ പ്രതി പ്രകാശനാണ് കണ്ടുപിടിച്ചത്. അത് സിദ്ധു പറയണത് നേരാ, പക്ഷേ വസുന്ധര IPS വന്നിട്ടും ഈ നന്ദനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പം അതിനവർ അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇന്നല്ലേ നമ്മുടെ വീട്ടിൽ വന്നത്, ഇതുപോലെ തന്നെ പലരെയും കണ്ട് പല കാര്യങ്ങളും അവർക്ക് ചോദിച്ചറിയാനുണ്ടാവും, അതിനുശേഷം നന്ദന എവിടെയാണെന്നുള്ളത് അവർ കണ്ടുപിടിച്ചോളും, ഇനി താൻ അതോർത്ത് ടെൻഷനായിക്കൊണ്ടൊന്നും ഇരിക്കേണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും ഗിരീഷിനെയാണ്. രജനിയാണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട്, ഗിരി ഞാനൊരു കാര്യം പറഞ്ഞാൽ ഗിരി ദേഷ്യപ്പെടരുത്, നമുക്ക് ആ അരുന്ധതിക്ക് എതിരൊരു പരാതി കൊടുത്താലോ എന്ന്. അരുന്ധതിക്ക് എതിരെയോ, എന്തിനാ നമ്മൾ പരാതി കൊടുക്കണമെന്ന് വെച്ചതും, അല്ല നന്ദനെ തട്ടിക്കൊണ്ടുപോയത് അരുന്ധതിയാണെന്നും പറഞ്ഞ് പോലീസിലൊരു കംപ്ലൈൻറ്റ് ചെയ്യാം. പ്രകാശം പറഞ്ഞത് ഗിരി കേട്ടില്ലേ, അരുന്ധതി തന്നെയായിരിക്കും നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേ, അതിന് കാരണങ്ങളുണ്ടല്ലോ, അരുന്ധതിക്ക് അമ്മയോട് നല്ല ശത്രുത ഉണ്ടായിരുന്നു, അതുമാത്രമല്ല ഇപ്പം നന്ദൻ പുറത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ചിട്ടായിരിക്കും അവർ നന്ദനെ തട്ടിക്കൊണ്ട് പോയേക്കണേ. പ്രകാശിന് സത്യങ്ങളൊക്കെ അറിയാം, പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെന്താ വിശ്വസിക്കാത്തതെന്ന് ചോദിക്കുമ്പം ഗിരീഷ് പറയുന്നുണ്ട്, നിനക്ക് പ്രകാശിനെയാണോ വിശ്വാസം അതോ എന്നെയും ദേവികേനെയും സിദ്ധാർത്ഥൻ സാറിനെയൊക്കെയാണോ വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഗിരീനെയും അച്ഛനെയൊക്കെ വിശ്വാസമുണ്ട്, പക്ഷേ ആ ദേവികേനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, അവൾക്കിപ്പോൾ ഭയങ്കര അഹങ്കാരം, MLA ആയതിനു ശേഷം അവളുടെ സ്വഭാവം ആകെ മാറിയെന്ന് പറഞ്ഞത്. ഗിരിയുടെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ്
എന്തിനാ ഈ പറയണേ? ഇതിനു മുമ്പ് നീ ദേവികയെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചുകൊണ്ടിരുന്ന. ദേവികയുടെ അത്ര നല്ലൊരു പെൺകുട്ടി ഈ ലോകത്തില്ലാന്ന് അറിഞ്ഞൂല പറയണേ. എന്നിട്ടിപ്പോൾ എന്താ നീ ഇങ്ങനെ മാറ്റി പറയണേന്ന് ചോദിച്ചതും ഇതിന് പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, അവളുടെ സ്വഭാവം MLA ആയതിനു ശേഷം ഒരുപാട് വഷളായി. നേരത്തെ അവൾ നല്ല മര്യാദ ഉള്ളവളായിരുന്നു. ഇപ്പം എനിക്ക് അവളുടെ സ്വഭാവം ഒട്ടും ഇഷ്ടമാവണില്ല. ഇനി അവൾ ജീവിതകാലം മുഴുக்க MLA മന്ത്രിയൊക്കെ ആയിരിക്കുമെന്ന് അവളുടെ വിചാരം. പിന്നീട് കാണിക്കുന്നത് CPനെയാണ്. CP ആണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അവിടെ വന്നതും അരുന്ധതി CPയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും CP ഇത് രഹസ്യമായിട്ടിരിക്കണമെന്ന് പറഞ്ഞ കാര്യം എന്തിനാ CP എല്ലാവരോടും പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അങ്ങനെ പറഞ്ഞതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ലേ മേഡം. അവർ ദേവികേനെയും സിദ്ധാർത്ഥനെയും തടഞ്ഞു നിർത്തിയപ്പം ദേവികയും സിദ്ധാർത്ഥനും പറഞ്ഞത് ഋഷി എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു അറിവുമില്ലാന്ന്. അതെങ്ങനെ ശരിയാവും CP? ദേവിക തന്നെയല്ലേ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞത് ഋഷി അവരുടെ കസ്റ്റഡിയിലുണ്ട്, നന്ദനെ തിരികെ കൊടുത്താലേ ഋഷിയെ തിരികെ തരുള്ളൂന്ന്. പിന്നെ എന്താ അവരങ്ങനെ മാറ്റി പറയുന്നതെന്ന് ചോദിക്കുമ്പം CP പറയുന്നുണ്ട്, എനിക്കും അതാ മേഡം മനസ്സിലാവാത്ത. ഋഷിയുടെ കൂട്ടുകാർ ഋഷിയെ വിട്ടു തരണമെന്ന് പറഞ്ഞപ്പം ദേവികയും സിദ്ധാർത്ഥനും ഒരേപോലെ തന്നെ ഋഷി എവിടെയാണെന്ന് അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചതും അരുന്ധതി പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവണില്ല. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷി അവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് നന്ദനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നുണ പറഞ്ഞതാണോ മേഡം എന്ന് ചോദിക്കുമ്പം, എനിക്കൊന്നും അറിയില്ല CP, ഞാനിപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലാണ്. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാതിരിക്കണം എന്നൊന്നും എനിക്കറിയില്ല. ആ സമയം CP പറയുന്നുണ്ട്, മേഡം ഒരു പണി ചെയ്യുക, എന്തായാലും ഇപ്പോൾ കേസന്വേഷണം വസുന്ധര IPS ഏറ്റെടുത്ത സ്ഥിതിക്ക് നമുക്ക് അവരെ നേരിട്ട് പോയി കണ്ട് ഋഷിയുടെ കാര്യം സംസാരിക്കാമെന്ന്. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് സംസാരിക്കാനാ? ഋഷി മരിച്ചു എന്ന് പറഞ്ഞ് നന്ദനെ നമ്മളെല്ലാവരും ചേർന്ന് ടോർച്ചർ ചെയ്യുമായിരുന്നു എന്ന് അവരോട് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, വേറൊരു മാർഗ്ഗമില്ല മേഡം, ഋഷിമോനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ സത്യങ്ങളെല്ലാം അവരോട് പറഞ്ഞേ പറ്റൂ. അതിന് മേഡം എൻ്റെ കൂടെ വന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാമെന്ന്. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട്, എന്നാൽ CP ഒരു പണി മേഡത്തിനെ കാണാനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് റെഡിയാക്കുക. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പോയി വസുന്ധര IPSനെ കണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം, അവരോട് എൻ്റെ മോനെ രക്ഷപ്പെടുത്തി തരാനും പറയാമെന്ന്. അങ്ങനെ CPയും അരുന്ധതിയും കൂടി വസുന്ധരയെ കാണാൻ പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വസുന്ധര ഓഫീസിലിരിക്കുന്ന സമയത്ത് അരുന്ധതിയും CPയും കൂടി വസുന്ധരയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലാണ്. അങ്ങനെ വസുന്ധര തല ഉയർത്തി നോക്കുമ്പം അരുന്ധതിനെയും CPനെയാണ് കാണുന്നത്. അരുന്ധതിയെ കണ്ടതും വസുന്ധരയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് എന്താ മേഡം എന്താ ഇവിടെയെന്ന് ചോദിച്ചതും വസുന്ധരയാണെങ്കിൽ, മേഡം എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അർജൻറ്റ് കാര്യം പറയാനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഋഷിയുടെ കാര്യം പറയാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.